മൂന്നാമത്തെ പോയിന്റ്, ഹോൾഡ് യുവർ സെൽഫ് അക്കൗണ്ടബിൾ. നിങ്ങൾ അക്കൗണ്ടബിൾ ആണ്, കൂടെയുള്ള മറ്റുള്ളവരും അക്കൗണ്ടബിൾ ആണ്. ബ്ലെയിമിംഗ് മറ്റുള്ളവരിലേക്ക് പോകരുത്, ബ്ലെയിമിംഗ് സർക്കംസ്റ്റാൻസിലേക്ക് പോകരുത്. സ്വയം ബ്ലെയിമിംഗ് അല്ല ഉദ്ദേശിക്കുന്നത്, സ്വയം അക്കൗണ്ടബിൾ ആവണം എന്നർത്ഥം. നാലാമത്തെ പോയിന്റ്, ലേൺ ഫ്രം സെറ്റ് ബാക്സ്. നമ്മളുടെ ഓരോ പുരോഗതിയുടെ പാതയിലും തടസ്സങ്ങളുണ്ടാവാം, പ്രശ്നങ്ങളുണ്ടാവാം. ഇതിൽ നിന്നെല്ലാം നമ്മൾ പാഠങ്ങൾ പഠിക്കണം, ഉയർത്തെഴുന്നേൽക്കണം. ഇത് അവസാന അല്ല എന്ന് തിരിച്ചറിയണം. ഊർജം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള മാനസികാവസ്ഥ നമ്മൾ ആദ്യം തന്നെ സെറ്റ് ചെയ്യണം എന്നർത്ഥം. അടുത്ത പോയിന്റ്, ഡു ലെസ് ബട്ട് ബെറ്റർ. കുറച്ചായി ചെയ്യൂ, പക്ഷേ കൂടുതൽ ബെറ്ററായി ചെയ്യൂ, നല്ലതുപോലെ ചെയ്യൂ. മെല്ലെ ചെയ്താൽ മതി, തിരക്കൊന്നുമില്ല. തിരക്ക് കൂട്ടരുത്. നമ്മൾ എപ്പോഴും പറഞ്ഞു സമയക്രമം പാലിക്കണം. ഈ സമയക്രമം എന്നുള്ളത് സാധാരണഗതിയിൽ ഒരു ദീർഘ സമയമാണ്. മേ ബി 3 കൊല്ലം 4 കൊല്ലം എന്നുള്ള കാലഘട്ടത്തിലേക്കാണ് നമ്മളിതിനെ വിഭാവനം ചെയ്യുക. അങ്ങനെയുള്ള സാഹചര്യത്തിൽ വളരെ കൃത്യമായി ചെറിയ കാര്യങ്ങൾ ചെറിയ സമയങ്ങളിൽ ചെയ്ത്, സ്മാർട്ട് ഗോൾസ്, ഷോർട്ട് ടേം ഗോൾസ്, പക്ഷെ ബെറ്ററായി ചെയ്ത്, തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം പഠിച്ച് അതിനനുസരിച്ച് കാര്യങ്ങളെ ഡെവലപ്പ് ചെയ്ത്, മനസ്സിനെ ഡെവലപ്പ് ചെയ്ത് പതിയെ ഗോളിലേക്ക് മുന്നോട്ട് നടന്നുകൊണ്ടേയിരിക്കുക. നിരാശകൾ വരും, പക്ഷേ നമ്മളതിനെ കാര്യമാക്കുന്നില്ല. പരാജയം വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് എന്നുള്ള പ്രാഥമിക പാഠം ഒരിക്കലും മറക്കരുത്.